അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ സ്വഹബത്തിനെക്കുറിച്ച്, ആളുകളുമായിട്ടുള്ള സഹവാസത്തിനെക്കുറിച്ച്, അതിൻ്റെ അദബുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് കഴിഞ്ഞു. 105-ാമത്തെ പേജിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്, അല്ലയോ? അപ്പം ജനങ്ങളുമായിട്ടുള്ള സഹവാസം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹുബ്ബ്, ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ, തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇനിയും അതുമായി ബന്ധപ്പെട്ട ചില അദബുകളും മര്യാദകളുമൊക്കെയാണ് പറയുന്നത്. ഫസൽ, നമ്മൾ ആരെ എങ്ങനെയൊക്കെ സുഹൃത്താക്കണം എന്നൊക്കെയാണ് ഇനി പറയാൻ പോണത്. യഅലം അന്ന കുല്ല അഹദിൻ, എല്ലാവരും ലാ യസ്ലഹു ലിസ്സുഹബത്തി, സുഹബത്തിന് പറ്റൂല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും സഹവസിക്കാൻ പറ്റൂല. സ്വാഭാവികം എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. എല്ലാവരുമായിട്ടും കൂട്ടുകൂടാൻ പറ്റൂല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ ദീനിൻ്റെ മേലിലാണ്. ഒരു സുഹൃത്തിൻ്റെ ദീൻ എന്താണോ അതായിരിക്കും ഒരു മനുഷ്യൻ്റെ ദീൻ. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ, മൻ യുഖാലിലു, ആരെയാണ് സുഹൃത്താക്കുന്നത് എന്ന്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മളൊരാളെ മനസ്സിലാക്കാൻ വേണ്ടി എന്താ ചെയ്യൽ? സുഹൃത്തുക്കൾ ആരാ നോക്കും, ഓൻ്റെ ചങ്ങായിമാരാരൊക്കെയാണ്, ഇന്ന ആളൊക്കെ, അങ്ങനെ ഓനായിട്ടൊക്കെ ബന്ധമുള്ള ആളാണല്ലേ, നാളെ തിരക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ഓൻ്റെ സുഹൃത്തുക്കൾ ഈ കൈസാട് കമ്പനിയാണല്ലേ, അത് പിന്നെ ഇപ്പോൾ ഓൻ്റെ കാര്യം നോക്കണ്ട. ഇതൊക്കെ ആളുകൾ വിലയിരുത്തുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ഖലീലുണ്ട്, തൻ്റെ സുഹൃത്തിൻ്റെ ദീന്, അവൻ്റെ രീതി, അവൻ്റെ നടപ്പിരിപ്പ്, അവൻ്റെ സ്വഭാവം, അതിൻ്റെ മേലിരിക്കും. കാരണം ഇത്തരം സ്വഭാവങ്ങൾ പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെടും, പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന കാര്യമാണത്. അപ്പം ആരെ സുഹൃത്താക്കുന്നു എന്നത് ഓരോരുത്തരും ആലോചിക്കണം. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. അപ്പോൾ ഫലാ ബുദ്ദ മിൻ ഇഅ്തിബാരി ഹിദ്ദത്തി ഖിസാലിൻ, കുറേ കാര്യങ്ങൾ പരിഗണിക്കൽ അത്യാവശ്യമാണ്. നമ്മളൊരാളെ സുഹൃത്താക്കുമ്പം ആ സുഹൃത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, അയ്യക്കൂന ആഖിലൻ ഹസനൽ ഖുലുഖി, ബുദ്ധിമാനിയായിരിക്കണം, സൽസ്വഭാവിയായ ബുദ്ധിമാനിയായ ആളായിരിക്കണം സുഹൃത്ത്. ഈ കൂർമ്മ ബുദ്ധിയില്ലാത്ത, മന്ദബുദ്ധിയുള്ള, അതല്ലെങ്കിൽ പിന്നെ കൂടുതൽ ബുദ്ധിയില്ലാത്ത ഒരാൾ, നമ്മൾ സാധാരണ ഒരു പോയത്തക്കാരെന്നൊക്കെ പറയണേ ആ ലെവലിലുള്ള ആൾക്കാർ, അത്തരം ആളുകളെ സുഹൃത്താക്കിയ വലിയ സുയിപ്പാവും എന്നുവെച്ചാൽ പറയും. അതുപോലെ സൽസ്വഭാവി ആയിരിക്കുക. ഗൈറ ഫാസിഖിൻ വലാ മുബ്തദിഇൻ, ഫാസിഖ് അല്ലാത്തവനായിരിക്കുക, മുബ്തദി അല്ലാത്തവനായിരിക്കുക. ഫാസിഖുമായിട്ട് നമ്മൾ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കരുത്. അതേപോലെ മുബ്തദി, അവൻ്റെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞാൽ അവരായിട്ടൊന്നും പരിചയം ഉണ്ടാകാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഈ സുഹൃത്ത് എന്ന സംഭവമുണ്ടല്ലോ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന, എല്ലാ പ്രയാസങ്ങളൊക്കെ പറയുന്ന അത്ര ആൾക്കാർ സുഹൃത്തുകാരാണ്, മറ്റു പരിചയക്കാരാണ്, തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഫാസിഖോ മുബ്തദിയോ ആവരുത്. വല ഹരീസുൻ അല ദുന്യാവിൻ്റെ മേൽ താല്പര്യമുള്ള ആളാവരുത്. വെറും ദുന്യാവ് എന്നുള്ള ചിന്തയോടെ നടക്കുന്ന ആൾക്കാർ, അത്തരം ആളുകളെ ഒരിക്കലും സുഹൃത്താക്കരുത്. ഇതൊക്കെ ഇപ്പോൾ കണക്കൂട്ടിയോടുകൂടി ഇപ്പോൾ സുഹൃത്താക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ കേവലം ഇതുമായിട്ട് മാത്രം നടക്കുന്ന, ദുന്യാവിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന, ദുന്യാവിനോട് ഭയങ്കരമായ അലർച്ചയുള്ള, അത്യാർത്ഥിയുള്ള ആളുകൾ, അപ്പോൾ ഇതില്ലാത്ത ആളായിരിക്കണം. ഇതാണ് ഒരു സുഹൃത്തിനുണ്ടായിരിക്കേണ്ട ഗുണം. ബുദ്ധിമാനിയായിരിക്കുക, സൽസ്വഭാവിയായിരിക്കുക, ഫാസിഖ് അല്ലാതിരിക്കുക, മുബ്തദി അല്ലാതിരിക്കുക, ദുന്യാവിനോട് വലിയ താല്പര്യമില്ലാത്തവനായിരിക്കുക. ഈ 5 ഷർത്തുകളുള്ള ആളെ ആയിരിക്കണം നമ്മൾ സുഹൃത്തായി സ്വീകരിക്കേണ്ടത്. ഇതിൽ ഞാൻ ഓരോന്നും പറയണം. അമ്മൽ അഖ്ലു, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഫഹുവ റഅ്സുൽ മാൽ, അതാണ് ഏറ്റവും വലിയ മൂലധനം. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ മൂലധനം ബുദ്ധിയാണ്. അതില്ലാഞ്ഞാൽ പല കാര്യവും നടക്കില്ല, വേറുള്ളതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹു ഒരു കവിതയിലൂടെ ഈ വിഷയം പറയുന്നുണ്ട്. ഖാല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, ഫലാ തസ്ഹബ് അഖൽ ജഹ്ലി വഇയ്യാക വഇയ്യാഹു ഫകം മിൻ ജാഹിലിൻ അർദാ ഹലീമൻ ഹീന ആഖാഹു യുഖാസുൽ മർഉ ബിൽ മർഇ ഇദാ മൽ മർഉ മാ ശാഹു വലിശ്ശൈഇ മിനശ്ശൈഇ മഖായിസു വഅശ്ബാഹു വലിൽഖൽബി അലൽ ഖൽബി ദലീലുൻ ഹീന യൽഖാഹു. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പാടുകയാണ്, ഫലാ തസ്ഹബ്, നീ സഹവസിക്കരുത്, അഖൽ ജഹ്ലി, ജഹ്ലിൻ്റെ സുഹൃത്തിനോട്. ജഹ്ൽ എന്ന് പറഞ്ഞാൽ വിവരക്കേട് എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിയില്ലായ്മ എന്നർത്ഥം. ഈ ബുദ്ധി കുറഞ്ഞ ആളുകളോട് നീ വല്ലാതെ സഹവസിക്കരുത്. വഇയ്യാക്ക, നിന്നെ നീ സൂക്ഷിച്ചോ, വഇയ്യാഹു, ഓനെ സൂക്ഷിച്ചോ. രണ്ടും കരുതണം. കാരണം ബുദ്ധി
കുറവുള്ള ആളുകളോട് ചില കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓല് വേറെ എന്തെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ തമാശ പറഞ്ഞേക്കാറ് ഓലൊരു കാര്യമായിട്ട് മനസ്സിലാക്കും. നമ്മളൊരു ഒരു ദ്വയാർത്ഥം ലക്ഷ്യം വെച്ച് വല്ല വിഷയം പറഞ്ഞാൽ അയാളത് വേറെ എന്തെങ്കിലും മനസ്സിലാക്കും. ഇതൊക്കെ ബുദ്ധിയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്ര ആളുകളെ നമ്മൾ അടുത്ത സുഹൃത്താക്കുകയും അങ്ങനെ വലിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ കുറേ ദുരന്തത്തിൽ ചെന്ന് ചാടും. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരോട് സാഹസിക്കുക. കാരണം ഫകം മിൻ ജാഹിലിൻ, എത്ര വിഡ്ഢികളുണ്ട്. അർദ ഹലീമൻ, അവർ നശിപ്പിച്ചു. ഹലീമൻ, വലിയ ബുദ്ധിയുള്ള ആളുകളെ. ഹീന ആഹാഹു, സുഹൃത്താക്കിയപ്പോൾ. എത്ര ബുദ്ധിമാനികളായ ആളുകൾ വിഡ്ഢികളെ സുഹൃത്താക്കിയിട്ട് കുടുങ്ങിപ്പോയി നശിച്ചു പോയവരുണ്ട് എന്ന്. അങ്ങനെ ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. അപ്പം വിഡ്ഢികളായ ആളുകളെ സുഹൃത്താക്കുക വഴി, ആത്മസുഹൃത്തുക്കളാക്കുക വഴി നശിച്ചു പോയ, അതുകൊണ്ട് വലിയ കുടുങ്ങിപ്പോയ ആളുകൾ എത്രയുണ്ട്. യുഖാസുൽ മർഉ, ഒരു മനുഷ്യനെ തുലനം ചെയ്യപ്പെടും. ബിൽ മർഇ, ഒരു മനുഷ്യനോട്. എപ്പം ഇദാമൽ മർഉ മാഷാഹു, ഒരു മനുഷ്യൻ അവനെ ഉദ്ദേശിക്കുമ്പോൾ. ഇദാമൽ മർഉ, ഒരു മനുഷ്യനാകുമ്പോൾ. ഷാ അഹു എന്നർത്ഥം. ബൈത്തിനു വേണ്ടി എന്നുള്ളത് കളയുന്നതാ, അതാണ് മാഷാഹു. ഒരാൾ മറ്റൊരാൾ ലക്ഷ്യം വെക്കുമ്പോൾ, അവനുമായി ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനോട് തുലനം ചെയ്യപ്പെടും. അപ്പോൾ ഇവൻ അവനെ പോലെയാണ്, അവൻ ഇവനെ പോലെയാണ് എന്നൊരു ഒരു സാമാന്യവൽക്കരണം, ഒരു തുലനം ചെയ്യപ്പെടുന്ന സംഭവം വരും. ആ തുല്യം ചാർത്തുന്ന സംഭവം വരും. അതാണ് യുഖാസുൽ മർഉ ബിൽ മർഇ ഇദാമൽ മർഉ മാഷാഹു. വലിശ്ശൈഇ, ഒരു വസ്തുവിനുണ്ട്, ഏതൊരു വസ്തുവിനുണ്ട്. മിനശ്ശൈഇ, മറ്റൊരു വസ്തുവുമായിട്ട്. മക്കായിസു, കുറേ അളവുകോലുകളുണ്ട്. അഷ്ബാഹുൻ, കുറേ സാദൃശ്യങ്ങളുമുണ്ട്. ഏതൊരു വസ്തുവും മറ്റൊരു വസ്തുവുമായിട്ട് സാദൃശ്യങ്ങളും അളവുകോലുകളും ഒന്ന് മറ്റൊന്നിനെ വെച്ച് അളക്കലും മറ്റൊക്കെ ദുന്യാവിലുണ്ട്. മനുഷ്യന്മാരെ അങ്ങനെ തന്നെയാണ്. വലിൽ കൽബി, ഹൃദയത്തിനുണ്ട്. അതിൽ കൽബി, മറ്റൊരു ഹൃദയത്തിൻ്റെ മേൽ ദലീലും തെളിവുണ്ട്. ഹീന യൽഖാഹു, ഈ ഹൃദയം മറ്റൊരു ഹൃദയത്തിനെ കണ്ടുമുട്ടുമ്പോൾ. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, അഥവാ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ചേരുമ്പോൾ അവർ തമ്മിൽ കൈമാറപ്പെടുന്ന കുറേ ദലീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരാളെ മറ്റൊരാളെ മേൽ ദലീലാകുന്നു. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അവിടെ ഒരാളെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, മറ്റേയാൾക്കും അതേ സ്വഭാവങ്ങളും രീതികളൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അതാ വലിൽ കൽബി അലൽ കൽബി ദലീലും ഹീന യൽഖാഹു. അപ്പം ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹു ഈ അർത്ഥത്തിൽ ഇങ്ങനെ 5 വരി കവിതകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുകയാണ്. അഥവാ ബന്ധം സ്ഥാപിക്കേണ്ടത് ബുദ്ധിമാനികളുമായിട്ടായിരിക്കണം. ഇനിയും പറയണം, കൈഫ, എങ്ങനെയാണ് ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ ബന്ധം സ്ഥാപിക്കുക. വൽ അഹ്മഖു യദുറുക വഹുവ യുരീദു അൻ യൻഫഅക, വിഡ്ഢിയായ മനുഷ്യൻ നിന്നെ പ്രയാസപ്പെടുത്തും. സംഗതി അനക്ക് ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചതേക്കാരം. വഹുവ, അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഉപകാരം ചെയ്യേക്കാരം, പക്ഷേ സംഗതി ദ്രോഹമാണ് വരുന്നത്. നിങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത്, ആൾ വലിയൊരു തലമ്പാലൊന്നുമില്ല, ഞമ്മക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യേക്കാരം, പക്ഷേ അത് നമുക്ക് ദുരന്തമായിരിക്കും. അപ്പം ഉപകാരം ചെയ്യുകയാണ് എന്ന നിലക്ക്, ഉപകാരം ചെയ്യുക എന്ന കാഴ്ചപ്പാടോടുകൂടി നമുക്ക് പ്രയാസം വരുത്തി വെക്കുന്ന എത്ര അഹ്മക്കങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചാൽ മനസ്സിലാവും. നമുക്കും വേണ്ടി, നമ്മളെ ഗുണത്തിനും വേണ്ടി നമ്മളെ സ്നേഹിച്ചിട്ടേക്കാരം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതേക്കാരം നമ്മളെ കട്ടകാലത്തിൻ്റെ കാരണം. ഈ വിഷയം ചിന്തിക്കാനും ആ നിലക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു കഴിവില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണതൊക്കെ. ഒരു ചില കവികൾ പാടി, വഖാല ബഅദുഹും ഇന്നി ലആമുനു മിൻ നദുവിൻ നാഖിലി വഅഖാഫു ഖില്ലൻ യഅതരീഹി ജുനൂനു ഫൽഅഖ്ലു ഫന്നു വാഹിദുൻ വതരീഖുഹു അദ്രി ഫഉർസിദു വൽ ജുനൂനു ഫുനൂനു. ഇന്നി ലആമുനു, തീർച്ചയായും ഞാൻ നിർഭയത്വമുള്ളവനാകും. മിൻ അദുവിൻ ആഖിലിൻ, ബുദ്ധിമാനിയായ ശത്രുവിൻ്റെ കാര്യത്തിൽ. ഒരു ബുദ്ധിയുള്ള ശത്രു, ഈ കവിത പറയുന്ന കാര്യം ചിന്തിക്കണം. ബുദ്ധിമാനിയായ ശത്രുവിനെ നമുക്ക് കരുതാം. കാരണം ബുദ്ധിയുള്ളവനാകുമ്പം അവന് ഒരു ലൈൻ ഉണ്ടാവും, കാര്യത്തിന് ഒരു ലോജിക്ക് ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും ദുൽമയാണെങ്കിൽ, ആക്രമിക്കുകയാണെങ്കിൽ ആ അക്രമത്തിനൊക്കെ ഒരു ലൈൻ ഉണ്ടാവും. ഈ ചതിയും വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ബുദ്ധിപരമായ സംഗതിയിലൂടെ, ഒരു ലോജിക്കബിളായ കാര്യത്തിലൂടെ നമുക്ക് വിഷയങ്ങൾ ആലോചിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ കഴിയും. നേരെ മറിച്ച് ഒരു ഭ്രാന്തനാണെങ്കിലോ ഓനെന്താ ചെയ്യാൻ പറ്റുമോ, എന്താ പറയാൻ പറ്റുമോ. അപ്പം ബുദ്ധിമാനിയായ വ്യക്തിക്ക് ഒരു ലൈൻ ഉണ്ടാവും. ഒരു ബുദ്ധിമാനിയായ മനസ്സിലാകുക നമുക്ക് അറിയില്ല, ബുദ്ധിയുള്ള മനസ്സിലായി ചെയ്യൂല എന്ന് നമ്മൾ പറയില്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര വലിയ ശത്രുവായി. അത് കാരണം ലോജിക്കബിളല്ലാത്ത കാര്യമായിരിക്കും. ലോജിക്കബിളല്ലാത്ത കാര്യം ഒരു ബുദ്ധിമാനി ചെയ്യൂല. കാരണം അപ്പോൾ ഒരു ബുദ്ധിമാനിൻ്റെ കാര്യത്തിൽ ശത്രുവാണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നിരീക്ഷിച്ച് കണ്ടെത്താൻ കഴിയും. നേരെ മറിച്ച് ഒരു സ്നേഹിക്കുന്ന ബുദ്ധിയില്ലാത്ത ആളാണെങ്കിലോ എന്തൊക്കെ കാട്ടിക്കൂട്ടാന്നറിയില്ല. അത് വലിയ പ്രശ്നമാണ്. അത് ഈ കവിത പറയണേ.
ഇന്നീല ആമുനുമിൻ അദുവിൻ ആഖലിൻ, ബുദ്ധിമാനിയായ ശത്രുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നിർഭയത്വമുണ്ട്. എന്നാൽ അഖാഫു, ഞാൻ പേടിക്കുന്നു, ഖില്ലൻ, ഒരു സുഹൃത്തിനെ, യഅ്തരീഹി ജുനൂനുൻ, അവനെ ഭ്രാന്ത് ബാധിക്കുന്നു. ഒരു ഭ്രാന്തനായ സുഹൃത്തിനെ ഞാൻ പേടിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഫൽ അഖ്ലു ഫന്നും വാഹിദുൻ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. വത്വരീഖുഹു അദ്രി, അതിൻ്റെ വഴി എനിക്കറിയാം. ബുദ്ധി ഒരു ലൈനാണ്, ഒരു റൂട്ടാണ് ബുദ്ധി പറഞ്ഞത്. അത് ആ റൂട്ട് എങ്ങനെ വരാമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ കഴിയും. എന്നാൽ ഫഉർസിദു, അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റും. വരുന്ന വഴി നമുക്ക് മനസ്സിലായാൽ നമുക്കത് നിരീക്ഷിക്കാനും മറ്റൊക്കെ പറ്റും. എന്നാൽ വൽ ജുനൂനു ഫുനൂനു, ഭ്രാന്ത് പല കോലത്തിലാണ്. വൽ ജുനൂനു, ഭ്രാന്താകുന്നത്, ഫുനൂനുൻ, അത് പല ഇനങ്ങളാണ്, പല ജാതിയാണ്. ഒരു പിടുത്തും കിട്ടൂല എന്താ ഒരു സമയത്ത് ചെയ്യാന്നുള്ളത്. അപ്പം ബുദ്ധിമാനിയായ ശത്രുവായിരിക്കും ഒരു പക്ഷേ ബുദ്ധിയില്ലാത്ത, ബുദ്ധികൂർമ്മതയില്ലാത്ത ഒരു സുഹൃത്തിനേക്കാളും നല്ലത്. അത് വലിയൊരു പ്രശ്നമാണ്. അതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സുഹൃത്താക്കുന്ന ആൾ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം. വലിദാലിക, അതുകൊണ്ട് തന്നെ ഖീല, പറയപ്പെടുന്നു, മുഖാത്തഅത്തുൽ അഹ്മഖി ഖുർബാനുൻ ഇലല്ലാഹി തആല എന്ന് പറയും. വിഡ്ഢിയോട് ബന്ധം മുറിക്കൽ അള്ളാഹുവിനോടൊരു ഇബാദത്താണ് എന്ന്, അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമാകും എന്ന് ചില സൂഫിയാക്കളൊക്കെ പറയുന്നുണ്ട്. മുഖാത്തഅത്തുൽ അഹ്മഖി ഖുർബാനുൻ ഇലല്ലാഹി തആല എന്ന്. അതേപോലെ തന്നെയാണ് വഖദൽ ഫാസിഖു, ഫാസിഖിൻ്റെ വിഷയം ഇങ്ങനെ തന്നെ. ഈ ആഖിലല്ലാത്ത ആളോട് പറഞ്ഞ അതേ നിയമം ഫാസിഖിനും ബാധക. ലാ ഫായിദത്ത ഫീ സുഹ്ബത്തിഹി, അവനുമായി സഹവസിക്കുന്നതിൽ ഖൈറില്ല. കാരണം ഫാസിഖിനോട് നമ്മൾ സഹവസിച്ചാൽ അവൻ്റെ ഫിസ്ക് നമ്മിലേക്ക് ബാധിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവനെ നന്നാക്കാൻ കഴിയണം, എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അവൻ്റെ ഫിസ്ക് നമ്മിലേക്ക് ബാധിക്കും. അപ്പോൾ അവനുമായി കൂട്ടുകൂടാതിരിക്കുക. കാരണം ലി അന്നമൻ യഖാഫുല്ലാഹ, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾ ലാ യുസിറു വലാ കബീറത്തിൻ, ഒരു വൻദോഷത്തിൻ്റെ മേൽ നിലകൊള്ളുകയില്ല. അഥവാ ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലാക്കണം. നമ്മൾ ഷറയിൽ ഫാസിഖ് എന്ന് പറഞ്ഞാൽ വൻദോഷം ചെയ്ത ആൾ, ഒരൊറ്റ വട്ടം വൻദോഷം ചെയ്ത ആൾ. അതല്ലെങ്കിൽ ചെറിയ ദോഷങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന. ഞാൻ കണ്ട നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്, അത് കറാത്തല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നും കറാത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫിസ്കിന് കാരണമായിത്തീരും. അപ്പോൾ ചെറുദോഷത്തുമ്പിൽ നിലകൊള്ളുന്നയാൾ, വൻദോഷം വെറുക്കം ചെയ്തയാൾ, ഇതൊക്കെയാണ് ഫാസിഖ് എന്ന് പറഞ്ഞത്. ഇത്തരം ഫാസിഖിനെ സുഹൃത്താക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം പറയാണ്. കാരണം അള്ളാഹിനെ പേടിയുള്ള ആൾ കബീറത്തുമ്പിൽ നിലകൊള്ളൂല. അപ്പം ഒരു കബീറത്ത് ചെയ്യാന്നുള്ള സംഗതി അള്ളാഹിനെ പേടിക്കുന്ന ആൾ ചെയ്യില്ല, ഇവൻ ചെയ്ത ആളാണ്. അപ്പോൾ അള്ളാഹിനെ പേടിയില്ലാത്തവനാണെന്ന് അർത്ഥം. അതുപോലെ ഒന്നല്ല, എന്നാൽ അള്ളാഹിനെ പേടിയില്ലാത്തവനായാലോ പിന്നെ ലാ തുഅ്മിനു ഖായിലതഹു, അവൻ്റെ വഞ്ചനയെ തൊട്ട് നിർഭയത്വമാക്കപ്പെടാനും കഴിയില്ല. അള്ളാഹിനെ പേടിയില്ലാത്തവൾ എന്തും ചെയ്യൂലേ. അപ്പോൾ അത്തരം ആൾക്കാരെ സുഹൃത്താക്കിയവൻ നമ്മൾ കുടുങ്ങൂലേ. അപ്പോൾ അതതിൻ്റെ വിഷയം. നമ്മുടെ സുഹൃത്ത് അള്ളാഹുവിനെ പേടിയുള്ള, ഖൗഫുല്ലാഹിയുള്ള ആളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവനിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാവൂ. അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കും ചിലപ്പോൾ. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല തന്നെ പറഞ്ഞു, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹ്. സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്നതാണ്. ലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ സ്മരണയെ തൊട്ട് ഹൃദയത്തെ നാം അന്ധനാക്കിയ ഒരാൾക്ക് നീ വഴിപ്പെടരുത്. സ്വന്തം ഇച്ഛയെ പിൻപറ്റുകയും ചെയ്തയാൾ വത്തബഅ ഹവാഹു, സ്വന്തം തടിയുടെ ഇച്ഛയെ പിൻപറ്റി, ദേഹേച്ഛയെ പിൻപറ്റിയിട്ട് ഹൃദയത്തെ നാം അന്ധനാക്കിയിരിക്കുന്നു അവൻ്റെ. അത്തരം ആളുകൾക്ക് നബിയെ തങ്ങളൊരിക്കലും വഴിപ്പെടരുത്. അപ്പോൾ ഇത്തരം ഫാസിഖ്യങ്ങൾക്ക് അങ്ങൊരിക്കലും വഴിപ്പെടരുത് എന്നർത്ഥം. കാരണം വത്തബഅ യസ്രിഖു മിന തബഅ, മനുഷ്യൻ്റെ പ്രകൃതി മറ്റൊരു പ്രകൃതിയിൽ നിന്ന് കട്ടെടുക്കും. മിൻ ഹൈസുലാതിരി, അറിയാത്ത കോലത്തിൽ. നമ്മളത് അറിയുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഫാസിഖിൻ്റെ ഒപ്പം കൂടിയാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു സ്വഭാവം ഇന്നലേക്ക് പടരൂല, ഞാൻ അവർക്ക് നല്ലോണം കരുതും എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ അറിയാതെ ഇത് പടരുക. കാരണം അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. ഒരു പ്രകൃതി മറ്റൊരാളെ പ്രകൃതിയിൽ നിന്ന് സ്വഭാവത്തെ സ്വീകരിക്കും, നമ്മൾ അറിയാത്ത നിലക്ക്. അപ്പോൾ നമ്മളത് എത്ര കരുതിയാലും അറിയാതെ നമ്മിലേക്ക് അത്തരം കുറേ രീതികളും കാര്യങ്ങളും സ്വഭാവ രീതികളൊക്കെ ഇങ്ങനെ വൈകൃതങ്ങൾ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. നമ്മളത് അറിയില്ല. അതതിൻ്റെ പ്രശ്നം. മുബത്തദിയും അങ്ങനെ തന്നെ. ഒക്കെ മുബത്തദിയും ഇതേ പ്രശ്നമുള്ളത്. അപ്പോൾ ആഖിലാവുക, ഫാസിഖല്ലാതിരിക്കുക, മുബത്തദി അല്ലാതിരിക്കുക എന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. എല്ലാത്തിനുമുള്ള പ്രശ്നം ഒരേ കാര്യമാണ്. കാരണം അത് ഒരു മനുഷ്യനെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നതാണ്. അക്കലില്ലെങ്കിൽ അവരെ ഫിസ്കും വിദേഹത്തുമൊക്കെ വ്യക്തിയിലേക്ക് ബാധിക്കുന്നതുമാണ്. അപ്പം അത്തരം ബാധ വലിയ പ്രശ്നമാണ്. അത് ഒഴിവാക്കാൻ അവരുമായിട്ട് ആ നിലക്കുള്ള സുഹൃത്ത് ബന്ധം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ദുന്യാവിനോട് ഹിർസില്ലാത്ത ആളാവുക, സൽസ്വഭാവമുള്ള ആളാവുക എന്നുള്ളതാണ്. അത് രണ്ടുമാണ് ഇനി പറയാൻ പോണത്. അമ്മാ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. ഫഖദ് ജമഅഹു അൽഖമത്തു ഫീ വസിയ്യതിഹി ലിബ്നിഹി റഹിമഹുല്ലാഹ്. ഈ സൽസ്വഭാവം എന്താണെന്നുള്ളത് ഇവിടെ വിശദീകരിക്കണില്ല.
എല്ലാം അൽഖമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വസിയത്തിൽ അതെല്ലാം ഉണ്ട്. അൽഖമ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് വസിയത്ത് ചെയ്തു. ലമ്മ ഹദറത്തുൽ വഫാത്തു, അദ്ദേഹത്തിന് വഫാത്ത് ഹാജരായപ്പോൾ, അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമായ സമയത്ത് സ്വന്തം മകനോട് അൽഖമ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു വസിയത്തുണ്ട്. ആ വസിയത്തിൽ ഈ സൽസ്വഭാവം മുഴുവൻ കാണാൻ പറ്റും. എന്താ പറഞ്ഞത്? യാ ബുനയ്യ, എൻ്റെ പൊന്നു മകനെ. ഒരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത്, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്നയാളായിരിക്കും. അല്ല, ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ നിങ്ങനെ ചുരിച്ചും എപ്പോഴെങ്കിലും ഒരു ചായ അങ്ങി തരും, ഇതൊന്നുമല്ല. നമ്മളങ്ങനെയൊക്കെയാണ് സുഹൃത്തിനെ മനസ്സിലാക്കുന്നത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ താങ്ങും തണലുമായിരിക്കും ഒരു മനുഷ്യന്. അത്രയും ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ ഉണ്ടാവുക. അതാ അദ്ദേഹം പറയാണ്, അൽഖമ റളിയല്ലാഹു അൻഹു മകനോട് പറയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നു മകനെ, ഇൻ അറളതക ഇലാ സുഹബത്തി റിജാലി ഹാജത്തുൻ, ആളുകളുമായി സഹവസിക്കലിലേക്ക് നിനക്ക് വല്ല ആവശ്യവും വന്നാൽ, ആരോടെങ്കിലുമൊക്കെ കൂട്ടുകൂടേണ്ട ആവശ്യം വന്നാൽ, നിനക്കൊരാളെ സുഹൃത്താക്കേണ്ട ആവശ്യം വന്നാൽ, ഫസ്ഹബ്, നീ കൂട്ടുകൂടിക്കോ, മൻ, ഒരാളെ, ഇദാ ഖദംത ഹൂസാനക്, നീ അയാൾക്ക് സേവനം ചെയ്താൽ അയാൾ നിന്നെ സൂക്ഷിക്കും, സംരക്ഷിക്കും. വൈൻ സ്വഹിബ്ത ഹൂസാനക്, നീ അയാളുടെ കൂടെ കൂടിയാൽ ജാനക്, നിന്നെ അവൻ ഭംഗിയാക്കും, നിന്നെ മോശമാക്കൂല. അപ്പം അങ്ങനെയുള്ള ആളെ നീ സുഹൃത്താക്കണമെന്ന് പറഞ്ഞു. നാം ഒരാളെ കൂടെ കൂടുമ്പോൾ നമ്മുടെ സ്വയാനത്തിന് പറ്റുന്ന, നമ്മളെ വീണ്ടും മോശമാക്കാൻ പറ്റുന്ന ഒരാളല്ല. നമ്മെ സൂക്ഷിക്കണം. നമ്മെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തെ തൊട്ടും ഉഖ്റവിയും ദുന്യവിയുമായ എല്ലാ അപകടങ്ങളെ തൊട്ടും നമ്മെ സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ മൂപ്പരോട് സഹവസിച്ചാൽ നമുക്കത് ഭംഗിയാവും. എങ്ങനെ ഭംഗിയാവില്ല ഒരാളെ സഹവസിക്കുമ്പം? അങ്ങനെ ആൾക്കാർ പറയാം, ഓ അയാളെ സുഹൃത്താണല്ലേ, ആ ഓക്കെ, ആളുസാറാണല്ലോ, അങ്ങനെ പറയും. അപ്പോൾ നമുക്കത് സീനത്താണ്. അപ്പോൾ ചിലരോടുള്ള സഹവാസം നമുക്ക് സീനത്ത് ഭംഗിയായിട്ട് വരും. ചിലരോടുള്ള സഹവാസം നമുക്ക് മോശപ്പെട്ട സംഗതിയായിട്ട് വരും. അത് നമുക്ക് അഭംഗിയായിട്ട് വരും. ചിലപ്പോൾ ചില ആൾക്കാരെ സുഹൃത്താകുമ്പോൾ ഓൻ്റെ ചങ്ങായിയാ, അങ്ങനെ പറയാം, അങ്ങനെ പ്രതികരിക്കുക. അത് സീനത്തല്ലല്ലോ. അപ്പം നമുക്ക് സഹവാസം നമുക്ക് സീനത്താകാൻ പറ്റുന്ന ആളോട് സഹവസിക്കണം എന്ന് അൽഖമ റളിയല്ലാഹു അൻഹു മകനോട് പറയണം. ഇനി വഇൻ ഖഅദതു ബിക മുഅനതു മാലിക, നിൻ്റെ സമ്പത്തിൻ്റെ ചെലവ് നിന്നെ ഇരുത്താൻ നിന്നെ പ്രയാസപ്പെടുത്തിയാൽ, എനിക്ക് പൈസ ഇല്ലാതെ കുടുങ്ങിയിട്ടുണ്ട്, സാമ്പത്തികമായി നീ വലിയ പ്രയാസപ്പെടുന്നു, നിനക്ക് വലിയ പ്രയാസം അനുഭവിക്കുന്നു എങ്കിൽ ഇസ്ഹബ്, നീ സഹവസിച്ചോ, മൻ, ഒരാളോട്, ഇതാ മദത്ത യദക ബിഖൈരിൻ, ഖൈറുമായിട്ട് നിൻ്റെ കയ്യനെ നീ അവനിലേക്ക് നീട്ടിയാൽ, മദ്ദഹ, അവൻ ഇങ്ങോട്ട് നീട്ടും. നീ ഒരു ഖൈറിന് വേണ്ടി അവനോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അവൻ നിന്നെ സഹായിക്കുന്നർത്ഥം. വ ഇൻ റഅ ഹസനതൻ അദ്ദഹ, അവൻ വല്ല ഹസനത്തും കണ്ടാൽ അവനതിനെ എണ്ണും, ഹസനത്ത് നന്മ കണ്ടാൽ അവനത് പറയും. വ ഇൻ റഅ മിൻക സയ്യിഅതൻ സദ്ദഹ, നിന്നിൽ നിന്ന് വല്ല സയ്യിഅത്തും കണ്ടാൽ അവനതിനെ തടയും. നോക്കൂ, ഇതാണ് ഒരു സുഹൃത്ത്. സുഹൃത്ത് അങ്ങനെ ആയിരിക്കണം. നമ്മുടെ നന്മയിൽ അവൻ നമ്മെ സഹായിക്കുന്നു, അവൻ അതിന് നമ്മെ അഭിനന്ദിക്കുന്നു. തെറ്റ് കണ്ടാൽ നമ്മെ തടയുന്നു, ആ തെറ്റിൽ നിന്ന് നമ്മെ തടയുന്നു. കണ്ടല്ലേ, സദ്ദഹ, അതിനവൻ തടയും. അത് ആകെ ആൾക്കാരുടെ പബ്ലിക്കൊക്കെ അല്ല ചെയ്യുക. അതവിടെ എന്ത് ചെയ്യും? മറച്ചു വെക്കും. ആ വിഷയത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇസ്ഹബ്, നീ സഹവസിച്ചോ, മൻ, ഒരാളോട്, ഇദാ സഅൽതഹു അഅതാക, നീ വല്ലതും ചോദിച്ചാൽ നിനക്ക് തരും. വൈൻ സക്കത്ത, നീ അവൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, വൈൻ സക്കത്ത ഇബ്തദാക, അവൻ എന്ത് ചെയ്യും? നിനക്ക് തരും. അതന്നെ, അതായത് ചോദിച്ചാൽ എനിക്ക് തരും. നീ ചോദിക്കാതെ നീ മുണ്ടാകുന്ന നിൽക്കുക, അപ്പോഴും എന്ത് ചെയ്യും? കണ്ടറിഞ്ഞായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാണട്ടോ, ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, അങ്ങനെ ആലോചിക്കരുത്. വ ഇൻ നസലത്ത് ബിക നാസിലത്തുൻ, നിനക്ക് വല്ല മുസീബത്തും വന്നാൽ വാസാക്കാവൻ നിന്നെ സഹായിക്കും, നിന്നോട് സഹകരിക്കും. ഇസ്ഹബ്, നീ സഹവസിച്ചോ, മൻ, ഒരാളോട്, ഇദാ ഖുൽത, നീ പറഞ്ഞാൽ, സദ്ദഖ ഖൗലക, നിൻ്റെ വാക്കിനെ വിശ്വസിക്കും. ഈ പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. അങ്ങനത്തെ ആളെ സുഹൃത്താക്കണം. അല്ലാതെ പറഞ്ഞാൽ ഓൻ പറഞ്ഞതാണല്ലേ, എനിക്കത് അങ്ങനെ വിശ്വാസം ഒന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനത്തെ ആളല്ല. ഇദാ ഹാവൽത അംറൻ, നീ വല്ല കാര്യത്തിനോടും നീ മെനക്കെട്ടാൽ, എന്തെങ്കിലും വിഷയത്തോട് നീ മെനക്കെട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ നിന്നെ കൂടെ കൂടും. ആമറക്ക. വ ഇൻ തനാസഅതുമാ, നിങ്ങൾ രണ്ടുപേരും തർക്കിച്ചാൽ, ആസറക്ക, നിന്നെ തിരഞ്ഞെടുക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ നമ്മൾ കച്ചറ കൂടി നിൽക്കുക, തർക്കം കൂടി നിൽക്കുക, എന്നാൽ ഇജ്ജ് ജയിക്കാൻ വേണ്ടി നിൽക്കുക, അയാൾ ജയിക്കാൻ വേണ്ടി നിൽക്കില്ല. ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ സ്വഭാവമാണിത്. കാരണം തൻ്റെ സുഹൃത്ത് പരാജയപ്പെടരുത് എന്ന് വിചാരിക്കും, ഞാൻ പരാജയപ്പെട്ടോട്ടെ. അങ്ങനെ രണ്ടാളും വിചാരിച്ചാൽ ആ തർക്കത്തിൻ്റെ കോലെന്തേക്കാരെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ തർക്കം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയായിരിക്കും രണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിലുണ്ടാവുക. ഇതൊക്കെയാണ് സുഹൃത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഇത് അൽഖമ റളിയല്ലാഹു അൻഹു താൻ വഫാത്താകുന്ന സമയത്ത് തൻ്റെ മകനോട് ചെയ്ത വസിയത്താണ്. ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ആയിരിക്കണം സഹവസിക്കേണ്ടത്. അല്ലാതെ കണ്ട എല്ലാവരോടും സുഹൃത്താക്കരുത്, സഹവസിക്കാൻ നിൽക്കരുത് എന്ന്.
ഇതേക്കുറിച്ചും അലി റളിയല്ലാഹു അൻഹു ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്. വഖാല അലി റളിയല്ലാഹു അൻഹു ഇന്ന അഖാഖൽ ഹഖ്ക മൻ കാന മഅക് വമൻ യദുറു നഫ്സഹു ലിയൻഫഅക് വമൻ ഇദാ റൈബു സമാനിൻ സാദഅക് ശത്താത ഫീഹി ശംലഹു ലിയജ്മഅക്. ഇന്ന അഖാഖൽ ഹഖ്ക, തീർച്ചയായിട്ടും നിൻ്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മൻ ഒരാളാണ്, കാന മഅക, അവൻ നിന്നോട് കൂടെ ഉണ്ടാകും, നിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. വമൻ യദുറു നഫ്സഹു, അവൻ്റെ നഫ്സിനെ പ്രയാസപ്പെടുത്തുന്നവനാണ്, ലിയൻഫഅക, നിനക്ക് നഫ്അ ചെയ്യാൻ വേണ്ടി, നിൻ്റെ എന്തെങ്കിലും ഗുണത്തിന് വേണ്ടി അവൻ സ്വയം പ്രയാസം സഹിക്കുന്നവനായിരിക്കും. അതാണ് യഥാർത്ഥ സുഹൃത്ത്. തൻ്റെ സുഹൃത്തിൻ്റെ ഗുണത്തിന് വേണ്ടി താൻ ചില പ്രയാസങ്ങൾ സഹിക്കും. വമൻ യദുറു നഫ്സഹു ലിയൻഫഅക, വമൻ ഒരാളാണ്, ഇദാ റൈബു സമാനിൻ സ്വദാക്ക, വല്ല മുസീബത്തും നിനക്ക് ബാധിച്ചാൽ, ഇദാ സ്വദാക്ക റൈബു സമാനിൻ, ഒരു കാലത്തിൻ്റെ മുസീബത്ത് നിന്നെ ബാധിച്ചാൽ, ശത്തത ഫീഹി ശംലഹു, അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ അവൻ ഛിന്ന ഭിന്നമാക്കും, ലിയജ്മഅക, നിൻ്റെ കാര്യം ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. കാരണം നിനക്കൊരു മുസീബത്ത് പറ്റുമ്പോൾ നീ ആകെ ഡിസോർഡറായി, എല്ലാ കാര്യങ്ങളും നിൻ്റെ കാര്യം ഡിസോർഡറായി കഴിഞ്ഞു. ഈ ഡിസോർഡറായ കാര്യം എനിക്ക് ഓർഡറാക്കി തരാൻ വേണ്ടി മറ്റവൻ്റെ കാര്യങ്ങളോ എന്ത് ചെയ്യും, ഒക്കെ ഡിസോർഡറാക്കും. സ്വന്തം കാര്യങ്ങൾ ഡിസോർഡറാക്കിയിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ കാര്യങ്ങൾ നേരെയാക്കി കൊടുക്കും. ഇതാണ് ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ രീതി. അങ്ങനെയുള്ള ആളോട് നീ സഹവസിക്കണം എന്നർത്ഥം. അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതേപോലെ വക്കാന ഫി സലഫ് സ്വാലിഹ്യങ്ങളിലുണ്ടായിരുന്നു, മുൻഗാമികളെ കൂട്ടത്തിലുണ്ടായിരുന്നു, മൻ യതഫഖദു ഇയാല അഖീഹി, സുഹൃത്തിൻ്റെ കുടുംബക്കാരെ അന്വേഷിക്കും, ഔലാദിഹി, ഔലാദുഹോൻ്റെ മക്കൾ അന്വേഷിക്കും, ബഅദ മൗതിഹി, മരണശേഷം 40 സനത്ത് 40 കൊല്ലമൊക്കെ. നോക്കൂ, ഒരു സുഹൃത്ത് രീതിയാണത്. അങ്ങനെയൊക്കെ മുൻഗാമികളുടെ ആൾക്കാർ സുഹൃത്തൊക്കെ മരണപ്പെട്ടു പോയാൽ ആ സുഹൃത്തിൻ്റെ കുടുംബം ഉപര മക്കളൊക്കെ അന്വേഷിക്കും. 40-40 കൊല്ലക്കാലമൊക്കെ അവർക്ക് ഗുണം ചെയ്യും. എന്ത്, സുഹൃത്തിൻ്റെ കുടുംബക്കാരായി, സുഹൃത്തിൻ്റെ മക്കളായി, അവൻ്റെ കുടുംബമായി എന്നുള്ള കാരണം കൊണ്ട്. യഖൂമു ഹാജാത്തിയും, അവരെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കും. വയത്തറുദ്ദതു കുല്ലയോമിൻ ഇലൈഹിം, എല്ലാ ദിവസവും അവരിലേക്ക് പോയി വരും. വയമുനുഹും ബിമാലിഹി, ഇവൻ്റെ മുതലെടുത്തുകൊണ്ട് അവർക്ക് ചെലവ് നടത്തും. ഇത് എന്തിന്, ഒരു ബന്ധവുമില്ല. എന്താ കാരണം? അതെൻ്റെ ആത്മസുഹൃത്തിൻ്റെ കുടുംബമാണ്, അവരെ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സലഫ് സാലിഹ്യങ്ങളിൽ മുൻഗാമികളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫക്കാനു ലാ യഫ്ഖദൂന മിൻ അബീഹിം ഇല്ലാ ഐനുഹു, അപ്പം ഈ കുടുംബം, ആ മക്കൾ, അവരെ ബാപ്പൻ്റെ കാര്യത്തിൽ ബാപ്പാൻ്റെ തടി മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പം അവർക്ക് അത് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ബാപ്പ പോയതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം എന്തുകൊണ്ട്? പിതാവ് മരിച്ചപ്പോൾ പിതാവിൻ്റെ ആത്മസുഹൃത്ത് പിതാവ് പോയത് അറിയിക്കാത്ത രീതിയിൽ അവരോട് സാഹസിക്കുകയാണ്, അവരെ കൂടെ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പിതാവിൻ്റെ തടി ഇവിടുന്ന് പോയി എന്ന് മാത്രമേ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. ബൽക്കാനോ യറൗന മിൻഹു, അവർ എന്ത് ചെയ്യും, ഈ വ്യക്തിയിൽ നിന്നവർ അനുഭവിക്കും, മാലാ യറൗനഹു മിൻ അബീഹിം ഫി ഹയാത്തിഹി, ഒരുപക്ഷെ ജീവിതകാലത്ത് പിതാവിൽ നിന്ന് അനുഭവിക്കാത്ത അത്രയും ഗുണങ്ങൾ പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ സുഹൃത്തിൽ നിന്നും അനുഭവിക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് മുൻഗാമികളിൽ. ഇതൊക്കെയാണ് യഥാർത്ഥ സുഹൃബന്ധത്തിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം തൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ. ഇതൊക്കെ ഒരു വല്ലാത്ത സംഗതിയാണ്. പിന്നെ അപ്പോൾ ഈ തൻ്റെ സുഹൃത്ത് മരിച്ചു, അയാളെ കുടുംബം മക്കളൊക്കെ ആകെ കുടുങ്ങിക്കുകയാണ്. ഇവൻ്റെ ഒരു സഹായം കൊണ്ട് പിന്നെ ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളതിനേക്കാളും വലിയ ഗുണത്തിലേക്കാണ് മറ്റൊരു ജീവിക്കുക. ഇതാണ് സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ലാസ്റ്റ് കണ്ടിക വയഹ്സുനു, നന്നാവും, അയ്യക്കൂന ആലിമൻ, ഒരാലിമാകൽ നന്നാവും സുഹൃത്തായ ആൾ. ആലിമാകുമ്പോൾ ഇൽമും കൂടി ഉണ്ടാവുമല്ലോ, ആ ഗുണം കൂടി ഉണ്ടാവും. ബഅദൽ വറഈ, സൂക്ഷ്മതയ്ക്ക് ശേഷമുള്ള ഇൽമ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സൂക്ഷ്മത ഇല്ലാത്ത ആലിമായാലും അതുകൊണ്ട് കാര്യമല്ല, അത് ഭയങ്കര ദോഷക്കാരം. നമ്മളെ ദുന്യാവിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇവരും ഇൽമുകൊണ്ടൊരു കാര്യമില്ല. ഇൽമ് മനുഷ്യന് ദോഷം ചെയ്യുള്ളൂ. വറഉള്ള ആലിം, സൂക്ഷ്മതയുള്ള ആലിം, എന്തിനുള്ള എന്തഫയ ബി ഇൽമിഹി അയ്ളൻ, ഓൻ്റെ ഇൽമ കൊണ്ടും കൂടി ഉപകാരം കിട്ടാൻ. അപ്പം ആലിമിനോട് സഹവസിക്കാം, വറഉള്ള ആലിമിനോട് സഹവസിക്കാം. വറയില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത ആലിമാണെങ്കിൽ സഹവസിച്ചാൽ നമ്മളും പോകും, നമ്മളെ അവസ്ഥയും കട്ടപ്പോകാവും. അപ്പം സൂക്ഷ്മതയുള്ള ആലിമിനോട് സഹവസിക്കുക. ഖാദി ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, നിങ്ങൾക്കറിയാം ഖുർആനിൽ സൂറത്ത് ലുഖ്മാൻ എന്ന സൂറത്തുണ്ട്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണ് ആ സൂറത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ടതാണ്, എൻ്റെ പൊന്നുമകനെ, ജാലിസുൽ ഉലമാ, നീ ഉലമാഇൻ്റെ കൂടെ ഇരിക്കണം. വസാഹിംഹും ബിറുക്ബതിക, നിൻ്റെ മുട്ടുകാല് കൊണ്ട് അവരോട് അടുത്തിരിക്കണം.
ആലിമീങ്ങളുടെ അടുക്കൽ പോയി ഇരിക്കേണ്ട രീതിയാണിത്. ഇരിക്കുമ്പം നേരെ അവരുടെ ഇരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ നിലത്ത് ഇരിക്കുന്ന രീതി ആലോചിക്കുക. നമ്മളെ മുട്ടുംകാൽ അവരുടെ നേരെ വരുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുക. അതാണ് മുമ്പ് ഇരിക്കുന്ന അദബിൻ്റെ രീതി. കാരണം ഫൈനൽ ഖുലൂബ തഹ്യ ബിൽ ഹിക്മ, ഹൃദയങ്ങൾ തത്വജ്ഞാനം കൊണ്ട് ജീവൻ വെക്കും. കമാ തഹയ്യൽ അർദുൽ മൈത്തത്തു ബിബാബിലിൽ ഖത്ർ, തരിശായി കിടക്കുന്ന ഭൂമി, ഊഷരമായി കിടക്കുന്ന ഭൂമി ഹയാത്താകുന്ന പോലെ, ജീവൻ വെക്കുന്ന പോലെ, ബിബാബിരിൽ മത്തരി, ശക്തമായ മഴ കൊണ്ട് വലിയ മഴ പെയ്തിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമികൾ എന്തെയും ഫലഭൂയിഷ്ടമാകും, അവിടെ പുല്ലുകൾ പുഷ്പങ്ങൾ മുളക്കും എന്ന പോലെ ചത്ത് കിടക്കുന്ന ഹൃദയങ്ങൾ, ഹിക്മത്തില്ലാതെ ചത്ത് കിടക്കുന്ന ഹൃദയങ്ങൾ, അത്തരം ഹൃദയങ്ങൾക്ക് ജീവൻ വെക്കാൻ ഹിക്മത്ത് കൊണ്ട് സാധിക്കും. അത് ആലിമീങ്ങളോട്, വറവുള്ള ആലിമീങ്ങളെ മുമ്പിൽ പോയിരുന്നാൽ അവർ ഹിക്മത്ത് അവരിൽ നിന്ന് കിട്ടും, ഇൽമ് കിട്ടും. ആ ഹിക്മത്ത് കൊണ്ട് നിൻ്റെ കൽബിന് ജീവനുണ്ടാകും, നിൻ്റെ കൽബ് സജീവതയുണ്ടാകും. ഏതുപോലെ വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ആ ഭൂമിക്ക് ഊർജ്ജം കിട്ടുന്ന പോലെ നിൻ്റെ കൽബിന് ഊർജ്ജം കിട്ടാൻ കാരണമായി തീരും എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തൻ്റെ മകനോട് പറയണം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടുമായിരിക്കണം സുഹൃത്തുക്കളെ ഉണ്ടാക്കേണ്ടത്, സുഹൃത്ത് ബന്ധം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഫസൽ അവസാനിച്ചു, ക്ലാസ് അവസാനിപ്പിക്കുന്നു. കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.